ഞാൻ ഈ ധൃതി പിടിച്ചോടുന്നത് അറബിക്കടലിലെ നടുക്കോട്ട് പോകാൻ വേണ്ടിയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഓടിക്കേറുവാണ് ചെയ്തത്. ഞങ്ങൾ ചെന്നപ്പോ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്ന ഉടനെ ടീ കിട്ടി. അവിടുന്ന് പിന്നെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നിന്നപ്പോഴത്തേക്കാണ് സ്നാക്സ് വന്നത്. കൊച്ചിക്കായലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറബിക്കടൽ വഴി തിരിച്ചു വരുന്നതാണ് ഈ ട്രിപ്പ്. അതിന്റെ ഇടയിലാണ് ഈ ചേട്ടൻ എല്ലാ കാഴ്ചകളും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാം മക്കളെ, ഇതേപോലൊരു സൺസെറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കപ്പലിൽ സൺസെറ്റ് കാണുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ വെസലിന്റെ അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് കയറി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കപ്പലിലൊക്കെ കയറുന്നത്. കപ്പലല്ല, വെസലാണ് ഇത് വരുന്നത്. എന്നാലും നമുക്കിത് കപ്പലിന്റെ വൈബ് തന്നെയാണ്. നമ്മൾ ഈ അടിപൊളി സൺസെറ്റ് കാണാൻ പോയത് KSINCയുടെ സാഗറാണിയിലായിരുന്നു. കപ്പൽ എന്ന് പറയുമ്പോഴേ നമുക്ക് ടൈറ്റാനിക് ആണല്ലോ ഓർമ്മ വരും. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. എന്റെ പൊന്നു മക്കളെ, ഇത് വിസിറ്റ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. ഈ ആകാശവും കടലും കൂടെ കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ. പിന്നെ ദൂരെ കാണുന്ന ചെറിയ ചെറിയ ലൈറ്റ്സും. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഡാൻസിനുള്ള തയ്യാറെടുപ്പിൽ ചേട്ടന്മാരങ്ങ് ഒരുങ്ങി കഴിഞ്ഞു. ഈ ഒരു കാഴ്ച വരുന്ന 2 മണിക്കൂറാണ്. അതും ഈവനിങ് സൺസെറ്റ് കാണാൻ വേണ്ടി മാത്രം. നൈറ്റ് ആയപ്പോ ഡാൻസും പാട്ടും എല്ലാം കൊണ്ട് ഫുൾ ഓണായിരുന്നു. തിരിച്ചു കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും കടലിൽ നിന്നും കൊച്ചിയിലേക്ക് നോക്കുന്ന ആ നൈറ്റ് വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കൊച്ചിയിൽ വരുമ്പോൾ ഉറപ്പായിട്ട് സാഗറാണി വിസിറ്റ് ചെയ്യണം. കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അവസാനം ഒരു DJ എല്ലാരും കൂടെ അടിച്ചു പൊളിച്ച് ആ ട്രിപ്പ് അങ്ങോട്ട് എൻഡ് ചെയ്തു.